കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? എടാ, ഇത് സൂര്യന്റെ വീടാടാ. സൂര്യൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചെന്ന് സൂര്യന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലോ? ചിലപ്പോ അകത്തേക്ക് കയറ്റിവിട്ടേക്കാം. ബെസ്റ്റി, നിന്നെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. കേറടാ, കേറ്, എന്റെ നെഞ്ചത്തോട്ട് കേറ്. നിന്നെയൊക്കെ കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നത്തെ ദിവസം പോക്കാണെന്ന്. എന്തൊക്കെ ബഹളായിരുന്നു, ഫാൻഡവും ലോദറും ഒലക്കേടെ മൂടും. ഇനി കൂടുതൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ സൂര്യനെ അടിച്ചുകൊണ്ടുപോയത് നമ്മളാന്ന് അവര് പറയും. എന്തു ചെയ്യാൻ പോവാ? ഇത് പടച്ചോനുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ടീമാ. ഓടേടാ, ഓടിക്കോ. ഡേയ് നിക്കടേ, ഞാനുണ്ട്. അയ്യോ, ഓടിക്കോ ഓടിക്കോ. അയ്യോ, ടോർച്ച് പോയി. അതാ അവിടെ കിടക്കട്ടെ, നീ വേഗം ഓടി. എടാ, നീ ആ കത്തി മാറ്റി പിടിക്ക്. അത് കാണും തോറും എനിക്ക് പേടി കൂടുക. ഈ മൂർച്ചയില്ലാത്ത കത്തി മാത്രമേ നമ്മുടെ കയ്യിലുള്ളെന്ന് ഓർക്കുമ്പോ ഉള്ളിലൊരു തീയാ. ഡേ, നിന്റെ നക്ഷത്രം എന്തുവാടേ? ഞാനിപ്പോ ഒരുപാട് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അതിൽ എന്റെ നക്ഷത്രം ഏതാന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, എന്താ സാറിന്റെ പരിപാടി? എന്ത് പരിപാടി? ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കുക. നേരം വെളുക്കട്ടെ. നേരം വെളുത്താ ഒരു വഴി കണ്ടുപിടിക്കാം. എങ്ങനെയാ നേരം വെളുക്കുക? എടാ, സൂര്യനെ കണ്ണില്ല എന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ? സൂര്യനില്ലാതെ എന്നെ എങ്ങനെയാ നേരം വെളുക്കുക? ഞാനൊരു കാര്യം പറയാം. എന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച് നമ്മളിപ്പോ മുക്കുരുത്തിമലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ മരത്തിന്റെ മുകളിൽ കയറി നോക്കിയാൽ നിനക്ക് ഈ കാട് മുഴുവൻ കാണാന്ന്. എനിക്കിത് നേരത്തെ തോന്നിയ ഐഡിയയാ. ഞാൻ പിന്നെ നിന്റെ ബുദ്ധി പ്രവർത്തിക്കട്ടെ എന്ന് കരുതിയാ. നിന്റെ ബുദ്ധി കൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഞാനിതിന്റെ മുകളിൽ വലിഞ്ഞു കയറണോ? നിനക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറാൻ വയ്യെങ്കിൽ ഇങ്ങോട്ട് മാറി, ഞാൻ കയറാം. ആ, അത് വിട്. ഇതൊക്കെ എന്തോന്ന് മരം? ലോതറൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കയറി കാണിക്കാം. ഇതൊരു നിലയ്ക്ക് പോണ ലക്ഷണമില്ല. വന്ന വഴി വീട്ടിലേക്ക് പോണതാ ബുദ്ധി. ഈ കയറ്റം പകല് കയറിയിരുന്നെങ്കിൽ ഞാൻ ഗിന്നസ് ബുക്കിൽ എത്തിയേനെ. ഈ ഇരുട്ടത്തെ സൂര്യനെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? അവിടെ പോയി ഒളിച്ചിരിക്കാണല്ലേ? ആവശ്യം എന്റേതായി പോയില്ലേ? ഇല്ലായിരുന്നേ. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. സൂര്യ, 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 സൂര്യ. ഹോ, അവന്റെ ഒരു പോസ് കണ്ടില്ലേ? ഒരു നമ്പർ ഇളക്കി നോക്കാം. ചങ്ങാതി, സൂര്യ, ചങ്ങാതി. ഈശ്വര, പാതിരാത്രി അള്ളിപ്പിടിച്ച് കയറി വന്നത് ഒരു പാരയായല്ലോ. സൂര്യചേട്ടാ, എന്നെ ഒന്ന് താഴേക്ക് ഇറക്കുവോ? കൈവീശൽ മാത്രമേ ഉള്ളൂല്ലേ? ഇതൊരുമാതിരി ആളെ പൊട്ടനാക്കുന്ന പരിപാടിയായിപ്പോയി. അമേരിക്കയിലെങ്ങാനും ആയിരുന്നെങ്കിൽ
വല്ല ജെറ്റ് വിമാനം ഇടയ്ക്ക് പോവുമെന്ന് വിചാരിക്കാം. അതൊരു പണിയാണല്ലോ. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടി. ടൈം അല്ലാതെ എന്തു പറയാൻ. പക്ഷി ചേട്ടാ, താഴെയിട്ട് കളയല്ലേ. നോക്കണ്ട, എന്റെ ഫ്രണ്ട്സൊന്നും ഇത് അറിയാണ്ട് നിന്ന